ദിവസം ഒരാവശ്യത്തിന് വേണ്ടി ആലപ്പുഴ വരെ പോയതാണ്. ഗൂഗിൾ മാപ്പിനെ കാര്യമായി വിശ്വസിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടാവും കൊണ്ടുചെന്ന് നിർത്തിയത് ഏതോ കായലിന്റെ തീരത്ത്. പോയ കാര്യം നടത്തി തിരിച്ചു വരുന്നത് കൊണ്ടാണോ ആ സ്ഥലത്തിന്റെ ഭംഗി കൊണ്ടാണോ എന്നറിയില്ല, വഴി തെറ്റിയതുപോലും മറന്ന് അങ്ങനെ അങ്ങ് നിന്നു കുറച്ചു നേരം. മുന്നിൽ ഓളം വെട്ടുന്ന കായലാണ്, ഒരു ഭാഗം മുഴുവൻ പച്ചപ്പ് കയറി കിടക്കുന്നുണ്ട്. പിന്നെയും സൂക്ഷിച്ചു നോക്കിയപ്പോഴാ അത് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു പള്ളി. ആൾക്കാർ സ്ഥിരമായി പോകുന്നതാവുമ്പോ എന്തായാലും റോഡ് കാണുമല്ലോ. അപ്പുറത്തേക്ക് വഴി ചോദിച്ച് ഒന്ന് അടുത്ത് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി മതിലിനപ്പുറത്തുള്ളൊരു ചേച്ചിയോട് വഴി ചോദിച്ചു. പക്ഷെ ആ പള്ളിയിലോട്ട് പോകാൻ റോഡില്ലാത്രേ. ആകെയുള്ളത് തോണിയാണ്, അതാണെങ്കിൽ ഇപ്പോഴൊന്നും ഇല്ലതാനും. ആകെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു തോണിക്കാരൻ തുഴഞ്ഞു വരുന്നത് കണ്ടത്. തോണി നിറയെ തേങ്ങയും രണ്ടാൾക്കാരുമൊക്കെയായി ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ വരുന്നൊരു പാട്ട് സീൻ പോലെ അത്ര രസമുള്ളൊരു കാഴ്ച. ഏതായാലും പുള്ളി വന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കാര്യം പറഞ്ഞു. തോണിയിലുണ്ടായിരുന്ന ഒരാൾ പള്ളിയുടെ കൈക്കാരനാണ്. ആള് പറയുമ്പോഴാണ് അറിയുന്നത് വെറുതെ ഒരു ഫോട്ടോ എടുത്ത് വിട്ടുകളയാൻ പറ്റുന്ന ഒരു പള്ളിയല്ല ഇതെന്നും ചരിത്രത്തിന്റെ നല്ലൊരു ഭാഗം തന്നെ ഇവിടെ ഉണ്ടെന്നും. വേറൊന്നും നോക്കിയില്ല, തോണിയിൽ കയറിയിരുന്നു. കാര്യം കുറച്ച് പേടി തോന്നിയെങ്കിലും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ശരിക്കും ആസ്വദിച്ചു ആ യാത്ര. നമ്മളിപ്പോൾ സെൻറ് മേരീസ് ഫൊറോന പള്ളി കൈക്കാരനാണ്, പേര് ബിജു മാത്യു പണിക്കശ്ശേരി. നമ്മുടെ തോമാസ് ലിഹായുടെ കുരിശ് വന്ന് അടിഞ്ഞതുമായിട്ട് സംബന്ധിച്ച് അതിനെക്കുറിച്ചൊരു വിശദീകരണം തരാനാണ് ഞാൻ തയ്യാറാകുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് കോക്കങ്കോളത്ത് തോമാസ് ലിഹ സ്വന്തം കരങ്ങളാൽ നിർമ്മിച്ച കുരിശ് അവിടുത്തെ മതവിരോധികൾ എടുത്ത് കായലിലെറിയുകയും അത് വന്ന് കായലിലൂടെ ഒഴുകി വന്ന് അടിഞ്ഞ സ്ഥലമാണ് മാട്ടയിൽ തുരുത്തത്. ഈ മാട്ടയിൽ ദ്വീപിലാണ് ഈ കുരിശ് വന്ന് അടിഞ്ഞു കിടന്നത്. ഈ കുരിശ് വന്ന് അടിഞ്ഞു കിടന്ന സ്ഥലത്ത് വിശ്വാസികൾ, ഇവിടെയുള്ള ആൾക്കാർ പോയി തുണ്ടി ചെത്തി അവരുടെ ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവരുടെ അരുവ ഈ കുരിശിൽ കൊള്ളുകയും അതിൽ നിന്ന് രക്തം വരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് പള്ളിയിലെ അധികൃതരെ അറിയിക്കുകയും അവർ നോക്കുമ്പോൾ ഇതൊരു കുരിശാണെന്ന് മനസ്സിലാക്കുകയും ആ കുരിശെടുത്ത് ഇവിടെ ഒരു കുരിശുപര പള്ളി, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു കുരിശുപര പള്ളി സ്ഥാപിച്ച് അതിൽ വർഷങ്ങളോളം അവിടെ സ്ഥാപിച്ചതിന് പ്രകാരം വിശ്വാസികൾ കൂടിക്കൂടി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടിയതിന് പ്രകാരം ഈ കുരിശിപ്പോൾ സെൻറ് മേരീസ് ഫൊറോന പള്ളി അതിൻ്റെ സൈഡ് ചാപ്പലിൽ എല്ലാവർക്കും വണങ്ങുന്നതിനായി സ്ഥാപിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും വന്ന് വിശ്വാസികൾ കണ്ട് വണങ്ങി പോകുന്നുണ്ട്. ആള് പറഞ്ഞതുപോലെ തോമാസ് ലിഹായുടെ കൈകൊണ്ടുണ്ടാക്കിയ കുരിശ് വന്നടിഞ്ഞ സ്ഥലമാണിത്. അദ്ദേഹം പറഞ്ഞ ചരിത്രത്തിലെ രണ്ടാമത്തെ സ്ഥലമാണ് ദാ ഈ കാണുന്നത്. കണ്ടെത്തിയ കുരിശ് ആദ്യം കൊണ്ട് സ്ഥാപിച്ച സ്ഥലം. ഒരു ഷെഡ് പോലെ ഉണ്ടായിരുന്നത് വീണ്ടും പുതുക്കി ഭംഗിയാക്കിയതാണത്രേ. ഇനി പോകാനുള്ളത് ആ കുരിശ് ഇപ്പോ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്, പ്രധാന പള്ളിയിലേക്ക്. അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛൻ വികാരിയായിരുന്ന ആദ്യത്തെ പള്ളി കൂടിയാണിത്, സെയിന്റ് മേരീസ് ഫൊറോന പള്ളി. ചെല്ലുമ്പോൾ തന്നെ കാണാം പള്ളിയുടെ ഒരു വശത്തായി ചില്ലുകൂട്ടിൽ അത്രമേൽ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന ആ കുരിശ്. പള്ളിയുടെ ഉള്ളിൽ കയറിയാൽ കൊട്ടാരമാണോ പള്ളിയാണോ എന്ന് സംശയം തോന്നുന്ന വിധമുള്ള കൊത്തുപണികളും അൾത്താരയുമൊക്കെയാണ്. പല ഭാഗങ്ങളിലായി ചാവറ കുര്യാക്കോസ് അച്ഛൻ പ്രസംഗിക്കാൻ ഉപയോഗിച്ചിരുന്ന പീഠവും വർഷങ്ങൾ പഴക്കമുള്ള മാമോദീസ തൊട്ടിയും അദ്ദേഹം കുർബാന അർപ്പിച്ചിരുന്ന മദ്ബഹായും ഒക്കെ കാണാം. ഇവിടെ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയ ഒരു കാര്യം എന്താണെന്നോ, കൊത്തുപണികൾ തീർത്ത കുരിശുരൂപം വരുന്നിടത്തൊക്കെ ഏറ്റവും മുകളിലായി അതിങ്ങനെ വളച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് പണിതിരിക്കുന്നത്. നേരെ നിൽക്കുന്ന രീതിയിൽ ഒരു കുരിശ് ഇവിടെ കണ്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ പള്ളിയുടെ ഭംഗി ആസ്വദിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് മാതാവിന്റെ വിവിധ പേരുകളും രൂപങ്ങളും പണിതു വെച്ചിരിക്കുന്നത് കണ്ടത്. മാതാവിന്റെ നാമത്തിലുള്ള പള്ളിയാണല്ലോ, അതുകൊണ്ട് തന്നെ വ്യാകുല മാതാവും കർമ്മല മാതാവും കാര്യസാധ്യ മാതാവും ഒക്കെയായി അമ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളും പ്രാർത്ഥനകളും ഇവിടെയുണ്ട്. മാതാവിന് കിരീടം എടുത്തു വെക്കൽ നേർച്ചയാണ് ഇവിടെ ഏറെ വിശേഷപ്പെട്ടത്. ജൂലൈ മാസം 3-ാം തീയതിയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇതിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ജൂലൈ 1, 2, 3 തീയതികളിലാണ്. ഈ കുരിശ് വണക്കത്തിനായി വെച്ചിരിക്കുന്ന പള്ളികളിൽ ആഗസ്റ്റ് 14, 15 തീയതികളിലാണ് അവിടുത്തെ പ്രധാന തിരുനാളുകൾ. അത് സ്വർഗാരോഹണ കുംപ്രിയ തിരുനാളാണ് മാതാവിൻ്റെ. ആഗസ്റ്റ് 1 മുതൽ 22 വരെയാണ് പ്രധാന തിരുനാളുകൾ. അതിൽ മെയിനായിട്ടുള്ള തിരുനാളുകൾ 14, 15 ഒത്തിരി വിശ്വാസികൾ ഇവിടെ തീർത്ഥാടന കേന്ദ്രമായിട്ട് വന്ന് കടന്നു പോകുന്നുണ്ട്, പ്രാർത്ഥിച്ച് കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ
ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് ഈ പള്ളികളൊക്കെയും. ആലപ്പുഴയുടെ ഭംഗിയും ഇതുപോലുള്ള കുറേയധികം ചരിത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കൂടി ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് യുവർ ഒപ്പീനിയൻ. താങ്ക് യു.